നിങ്ങൾ നേരെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും നമ്മുടെ സൊസൈറ്റി സ്ത്രീകളെ ഒരു സെക്ഷൽ ഒബ്ജക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സെക്ഷലി ഗ്ലോറിഫൈ ചെയ്യുന്നത് പലയിടങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെയൊക്കെ വീക്ക്നെസ് ഓപ്പോസിറ്റ് ജെൻഡർ ആണ്. ഒരു ആണിന്റെ പെണ്ണാണെങ്കിൽ ഒരു പെണ്ണിന്റെ ആണാണെന്നുള്ളത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ കുടുംബങ്ങളും കുട്ടികളും ഫാമിലി ആയിട്ടൊക്കെ നമ്മൾ മുമ്പോട്ട് പോകണത്. പക്ഷേ ഈ ഒരു ഹെൽത്തി വീക്ക്നെസ്സിനെ അൺഹെൽത്തി ആക്കുന്ന ഒരു 3 ഫാക്ടേഴ്സ് ആണ് ഞാൻ പറഞ്ഞ ഈ ഹാഫ് നേക്കഡ് ആയിട്ട് നടക്കുന്ന സ്ത്രീകളും പല സിനിമകളും പല പരസ്യങ്ങളും നമ്മുടെ സൊസൈറ്റിയും. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പയ്യൻ അവൻ വളർന്നു വലുതായിട്ട് അവന്റെ ബേസിക് വീക്ക്നെസ് പറഞ്ഞ സ്ത്രീ തന്നെയാവും. അവൻ ഒരു 10-12 വയസ്സായിട്ട് ഒരു സിനിമ ഓണാക്കി വിചാരിച്ചോ. ഒരു 10 സിനിമ അവൻ കണ്ടായിട്ട് 7 സിനിമയിലും കാമുകന്റെ പിന്നാലെ ഓടുന്നതും അല്ലെങ്കിൽ അവർ കിസ് ചെയ്യണതും ബെഡ് സീനുകളും റൊമാൻറ്റിക് അല്ലെങ്കിൽ ലവ് എന്ന പേരിൽ ഇവരെ സെല് ചെയ്യണത് ഈ കിസ്സിംഗ് സീനും ബെഡ് സീനും അല്ലെങ്കിൽ ഒരു പെണ്ണ് ഒരു പുരുഷന്റെ പിന്നാലെ ഓടുന്നതും അല്ലെങ്കിൽ ഒരു പുരുഷൻ ഒരു പെണ്ണിന്റെ പിന്നാലെ ഓടുന്നതാണ്. ഒപ്പം തന്നെ ഇനി അവൻ പരസ്യങ്ങൾ കാണാൻ വിചാരിച്ചോ. ഒരു 10 പരസ്യത്തിൽ ഒരു 8 അല്ലെങ്കിൽ 7 പരസ്യത്തിലും സ്ത്രീകൾ എക്സ്പോസിംഗ് ഡ്രസ് ഇട്ടിട്ട് നിൽക്കുന്നതാണ്. അപ്പൊ എന്തിന് ഒരു സോപ്പ് കുളിക്കാൻ വാങ്ങിയാലടക്കം ആ സോപ്പിൽ എന്താ ചിത്രം? ഒരു പെണ്ണ് കുളിക്കാൻ നേരത്തെ കഴുത്തു കൂടെ ഇങ്ങനെ സോപ്പ് തേക്കണല്ലേ? അവിടെ ഉൾപ്പെടെ നിങ്ങൾ റോട്ടിലൂടെ പോയ ഒരു 10 ബോർഡുകൾ ഉണ്ടായിട്ട് ഒരു 5 ബോർഡിലും സ്ത്രീകൾ എക്സ്പോസിംഗ് ഡ്രസ് ഇട്ടിട്ടുണ്ടാവുക. ഇങ്ങനെ കണ്ടു വളർന്ന ഒരു കുട്ടി, അതായത് ചെറുപ്പം മുതലേ ഈ TV നോക്കിയാലും യൂട്യൂബ് നോക്കിയാലും ഇൻസ്റ്റാഗ്രാം നോക്കിയാലും പരസ്യങ്ങൾ നോക്കിയാലും നമ്മുടെ ഒരു സോപ്പ് പെട്ടി വാങ്ങിയാലടക്കം ഇത് കാണേണ്ട ഒരു അവസ്ഥ ഒരു കുട്ടിക്ക് ഉണ്ടാവുമ്പോൾ അവസാനം അവൻ പോർണ് കാണാൻ തുടങ്ങും. അത് കഴിഞ്ഞ് അവൻ മാസ്റ്റർബേഷൻ തുടങ്ങും. അതിന്റെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ പോയി അവസാനം എന്ത് ചെയ്യും? ഒറ്റക്ക് ഒരു പെൺകുട്ടിനെ കണ്ട അല്ലെങ്കിൽ ഒരു പെൺകുട്ടിനെ കണ്ട ഇവന്റെ മൈൻഡിൽ വരിക സെക്ഷുവൽ ആയിട്ടുള്ള തോട്ട്സ് ആവും. അല്ലെങ്കിൽ അത് പെട്ടെന്ന് അവനെ ട്രിഗർ ചെയ്തിട്ട് അവൻ ഇതേപോലെ റേപ്പ് പീഡനമുള്ള കാര്യങ്ങളിലൊക്കെ എത്തും. അവൻ 100% ചെയ്യുന്ന തെറ്റായാലും ഒരു ഡൗട്ടും ഇല്ല. ഒപ്പം തന്നെ അതിന്റെ കൂടെ ഒരു പങ്കാളിത്തം നമ്മുടെ സൊസൈറ്റിക്ക് ഉണ്ട്. അപ്പൊ എനിക്ക് പുരുഷന്മാരോട് പറയാനുള്ളത് സിമ്പിളാണ്. നിങ്ങൾ കാണുന്ന 90% സിനിമകളും കട്ട് ചെയ്യുക, നിങ്ങൾ കാണുന്ന പരസ്യങ്ങൾ കട്ട് ചെയ്യുക, നിങ്ങൾ കാണുന്ന യൂട്യൂബ് ആൽഗോറിതം കട്ട് ചെയ്യുക, നിങ്ങൾ കാണുന്ന ഇൻസ്റ്റാഗ്രാം ആൽഗോറിതം കട്ട് ചെയ്യുക. കാരണം നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ ട്രാപ്പാണ്, നിങ്ങൾ ഇവിടെ ട്രാപ്പിൽ പൊട്ടിക്കാണ്. ഒരു സ്ത്രീ തന്റെ ബോഡി എക്സ്പോസ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അവിടെ മറ്റൊരു സ്ത്രീയാണ് ഉപദ്രവിക്കപ്പെടുന്നത്. ഇവിടെയാണ് റിലീജിയന്റെ ഒരു ഗ്രേറ്റ്നെസ് ഉള്ളത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റിലീജിയൻ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി കണ്ട പെണ്ണുങ്ങളെ നോക്കാൻ നിൽക്കില്ല, അവൻ തലതായിട്ട് പോകും. അതേപോലെ ഒരു പെണ്ണ് റിലീജിയൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവൾ പ്രോപ്പർ ആയിട്ട് ഡ്രസ്സ് ധരിക്കും. മാസ്റ്റർബേഷൻ അല്ലെങ്കിൽ ഫോൺ നിർത്തണോ? സിമ്പിൾ ആണ്. അത് ട്രിഗർ ചെയ്യുന്ന സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്ത് ഫൈറ്റ് ചെയ്യുക.